ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരുന്നു. നാവികസേനയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഗംഗാവാലി നദിയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറി നദിയിൽ വീണിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഷിരൂരിൽ ദേശീയപാതയിൽ ചൊവ്വാഴ്ചയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശത്ത് നിന്നും 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം അർജുനെ കണ്ടെത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചു. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തിരച്ചിലിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ലഭ്യമാക്കേണ്ടതായിരുന്നുവെന്നും എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് പരിശോധിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സാരമായി ബാധിച്ച് മൈക്രോസോഫ്റ്റിലുണ്ടായ സാങ്കേതിക തകരാർ ആഗോളതലത്തിലെ വ്യാപാരങ്ങൾ, ബാങ്കിംഗ് സേവനങ്ങൾ, വിമാന സർവീസുകൾ തുടങ്ങിയവയുടെ IT സംവിധാനങ്ങളെയും തകരാർ ബാധിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇൻഡിഗോ, ആകാശ, സ്പൈസ് ജെറ്റ് വിമാനങ്ങളുടെ ചെക്ക് ഇൻ സംവിധാനങ്ങൾ രാജ്യവ്യാപകമായി പ്രവർത്തനരഹിതമായി. യാത്രക്കാർ കഴിയുന്നതും നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്നും ഓൺലൈൻ ചെക്കിംഗ് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആലത്തൂർ താലൂക്കിൽ 7, മണ്ണാർക്കാട് 1, ഒറ്റപ്പാലം 2 എന്നിങ്ങനെയാണ് വീടുകൾ ഭാഗികമായി തകർന്നത്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ 6 ആഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തദ്ദേശ സ്ഥാപന തലത്തിൽ ഊർജിത ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർന്ന RRT യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. നാളെ മുതൽ 3 ദിവസം കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് DTPC അറിയിച്ചു. കനത്ത കാറ്റും മഴയും കാരണം കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ച് പാർക്കിൽ നിരവധി കാറ്റാടി മരങ്ങൾ ഒടിയുകയും കടപുഴകി വീഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. പാർക്കിലെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ ഉരുൾപൊട്ടി 2.5 ഏക്കറോളം സ്ഥലം ഒലിച്ചുപോയി. 50 മീറ്റർ PWD റോഡ് ഒലിച്ചുപോയിട്ടുണ്ട്. 10 ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണു. 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തഹസിൽദാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള സംഘം പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം സ്കൂൾ ബസ്സുകൾ ഓടിക്കുകയോ ബസ്സിൽ നിന്നും ഇറക്കി വിടുകയോ ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ മുങ്ങിമരിച്ച ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം മന്ത്രി V. ശിവൻകുട്ടി കൈമാറി. തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. ഇന്ന് വൈകിട്ട് ജോയിയുടെ വീട്ടിലെത്തിയാണ് മന്ത്രി തുക കൈമാറിയത്. MLA-മാരായ V. ജോയി, CK ഹരീന്ദ്രൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ കർശനമാക്കിയതായി മന്ത്രി MB രാജേഷ്. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് പൊതുസ്ഥലത്ത് തള്ളുന്ന ഏജൻസികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടപടി സ്വീകരിക്കും. തിരുവനന്തപുരത്ത് രാത്രിയിലുൾപ്പെടെ നഗരസഭയുടെയും പോലീസിന്റെയും പ്രത്യേക സംഘങ്ങൾ പട്രോളിംഗ് നടത്തും. മാലിന്യ പ്രശ്നത്തിലെ കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം ഐസറിന്റെ 12ാമത് ബിരുദദാന ചടങ്ങ് നാളെ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതി അധ്യക്ഷനുമായ പ്രൊഫസർ അജയ് കുമാർ സൂദ് മുഖ്യാതിഥിയാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.